പണിയൊക്കെ കഴിഞ്ഞ എല്ലാരെ തുമ്മല് പിടിച്ചാ? അയ്യോ എല്ലാത്തിനും ഇരിപ്പ് നോക്ക്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പൂജ ഹോളിഡേയ്സ്? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മക്കളെ. ഈ ജോലി ഉണ്ടല്ലോ, ആഴ്ച ചോറും ഇവിടെ ചെയ്യിപ്പിക്കണം. പരിപാടി നടത്തിക്കാളല്ലേ? ആലോചിക്കാം മാമ. നല്ല പണിയെടുത്ത് ക്ഷീണിച്ചാണോ അല്ലേ? നാണം ഉണ്ടോ? നാണം. ചുമ്മാ നടന്ന് കണ്ട്രാക്കം വിട്ട് എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി ഇതെടുത്ത് അപ്പുറത്ത് പോയി അപ്പുറത്ത് എന്നിട്ടോ ഇത് നിക്കണല്ലാതെ ഭൂമിന്ന് കുനിഞ്ഞൊരു പുല്ല് പറിച്ച ഭൂമിന്ന് കുനിഞ്ഞ് എന്നിട്ട് ഇത് ഇടക്കിടക്ക് വെക്കണം. കണ്ട്രാക്ട് അടിക്കാനാണ് സഹായം നല്ലതെന്ന് പറഞ്ഞത്. ശല്യം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ദന്തപ്പടി. എന്തോ ഭാഗ്യത്തിന് അപ്പു എന്നെ വിളിച്ചില്ല സഹായിക്കാൻ. നീ ചെന്ന് ചാടിക്കൊടുത്തെങ്കിൽ ഞാൻ തളർന്നിരിക്കായിരുന്നു. എന്തായാലും മണി, ഈ കലാപരിപാടി ഭംഗിയായിട്ട് വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നീ ഇടയ്ക്കിടയ്ക്ക് ഈ പരിപാടി വെക്കും ഇവിടെ. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട്, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ജോലി എടുക്കുന്ന ആൾക്ക് നല്ലൊരു സമ്മാനം പ്രഖ്യാപിക്കണം. എന്നാലേ പണിയാനുള്ള ഒരു ഗുമ്മുള്ളൂ. അതെന്തായാലും പരിഗണിക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ സമ്മാനം അണ്ണനെ ഡെയിലി കൊടുത്തോളാം കേട്ടാ. ഈ പണിയെടുപ്പിക്കുന്ന ദിവസം ഞാൻ അങ്ങ് പോകും ചിന്നുവിന്റെ അടുത്ത്. എന്തായാലും പണി എടുപ്പിച്ചിട്ട് വീടും പരിസരമൊക്കെ വൃത്തിയായല്ലോ, എനിക്കത് മതി. അമ്മ എനിക്ക് നല്ല വിശപ്പുണ്ട്, തളർന്നിരിക്കാണ്. വല്ല എടുത്തോണ്ട് വാ. പോ. അയ്യേ, ഒരു ദിവസം ഇപ്പോഴും പണിയെടുത്തപ്പോ എല്ലാവരും അങ്ങ് ക്ഷീണിച്ച് അവശരെ ആശുപത്രി കൊണ്ടുവിടേണ്ട അവസ്ഥയായി. അതെ, ഈ പണിയൊക്കെ ഞാൻ ദിവസം ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കണതാണ്. മനസ്സിലായ? ഇപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ എല്ലാത്തിനും. മനസ്സിലായത് കാര്യം നമുക്കത് പരിചയമില്ല. ഇങ്ങനെയൊക്കെയാണ് ശീലമാണത്. കൊള്ളാമ്മ. അമ്മ പ്രതികാരം വീട്ടിയതാണല്ലേ ഞങ്ങളടുത്ത്. അമ്മ ഇത് പറഞ്ഞത് നന്നായമ്മ, ഇല്ലെങ്കിൽ എനിക്ക് കുറ്റബോധം അടിച്ച് ഞാൻ നശിച്ചു പോയാൽ. കുറ്റബോധം എന്തിന്? ഞാൻ ബാത്റൂമിനകത്ത് കയറിയപ്പം എല്ലാം നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്നു. അപ്പൊ ഞാൻ 2 മഗ് എടുത്ത് വെള്ളം കോരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. പരമ വൃത്തിയോടുള്ള. അപ്പൊ നീ ഒരു ജോലിയും ചെയ്തില്ലല്ലേ? അഭിനയം നിന്റെ. മിസ്റ്റർ രാമൻ, മെത്തഡ് ആക്ടിങ്, യു നോ, മെത്തഡ് ആക്ടിങ്. ഒറ്റ അടി നീ മെത്തപ്പ കിടന്ന് ഉറങ്ങും. നീ 7 ദിവസം കഴിഞ്ഞ് എണീക്കുള്ളൂ. നല്ല 2 എണ്ണം കൊടുക്കുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ആരും മനസ്സിലാക്കില്ല അഭിനയാണെന്നല്ലേ? കള്ളപാടുക. അപ്പം അഭിനയിച്ചും ശരിക്കും പണിയെടുത്തും കൺട്രാക്ട് വിട്ടൊക്കെ എല്ലാരും ക്ഷണിച്ചിരിക്കല്ലേ. ഞാനേ കുളിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം തരാവേ. ചേട്ടൻ നല്ല വൃത്തിയായിട്ടാണ് കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് 3 പ്രാവശ്യം തലയെ തളിച്ചാൽ മതി. ഇല്ലടാ, ഞാൻ നന്നായിട്ട് പണിയെടുത്തതാണ്. നീരാടിയിട്ടേ വരുള്ളൂ. വെയിറ്റ് ചെയ്യണേ. എടി കള്ളി, നീ കള്ള പണി ചെയ്തത് മാത്രമല്ല, ഞാനവിടെ പണിഞ്ഞോണ്ടിരുന്നപ്പോഴേ ഇവള് വന്നപ്പോ ഞാൻ പറഞ്ഞു, മോളെ ഇത്രയും ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയപ്പോ വയ്യാന്ന് തോന്നിട്ട് ഇപ്പൊ കളഞ്ഞു. സഹായിക്കാൻ നിന്നില്ല അവള്. എനിക്ക് സഹായിക്കാൻ തോന്നിയില്ല. അതെങ്ങനെ? ഇവനെ കണ്ടല്ലേ ഇവള് പഠിക്കുന്നത്. ഈ പെണ്ണ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഉടനെ കണ്ടല്ലേ പഠിക്കണത് അങ്ങനെ പറയണത്. എപ്പോഴും നിന്റെ കൂടെ നടക്കുന്നത്. എന്നിട്ട് നിങ്ങളെ സ്വഭാവമാണല്ലോ കിട്ടിയത്. ഇവ എന്ത് പറഞ്ഞാലും സമ്മതിച്ചില്ല കേട്ടോ. അല്ല, അത് മാമൻ പറഞ്ഞ ശരിയാണ്. നിന്റെ ശിഷ്യയാണ്, നീയാണ് എപ്പോഴും കൂടെ കൊണ്ട് നടക്കണത്. അവൾ എന്റെ കൊച്ചു തന്നെ. ഓൾറെഡി ഞാൻ അങ്ങ് ക്ഷമിച്ചു. നിനക്കൊരു പണി തരുന്നുണ്ട് ഞാനും. നീ കണ്ണൊന്നും കാണിക്കണ്ട. നീ പോയി എടുത്ത് കഴിക്കും. എടുത്തു പോയി കഴിക്കാൻ. അപ്പൊ ഇതിനകത്തൊന്നുമില്ലേ? ഇതിനകത്തില്ലമ്മ. അതിനകത്തുള്ളത് എടുത്തോണ്ട് വാ. അടുക്കളയിലുള്ളത് അതിനകത്തൊന്നും ഇല്ല. നീ കഴിച്ചില്ലായിരുന്നല്ലേ ഫുഡ്? ഞാൻ കഴിച്ചില്ല. ഞാൻ കുളിച്ചിറങ്ങി വന്നപ്പോ ഇവരൊക്കെ ഇരുന്ന് കഴിക്കുന്നു. ഞാൻ വിചാരിച്ചു നീ കഴിച്ചിട്ടായിരിക്കും പോയെന്ന്. ബാക്കി 2 ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് വെച്ച് കഴിച്ചതേ തീർന്നതേ ഉള്ളൂ. അയ്യോ, അപ്പൊ ഞാൻ എന്തോന്ന് കഴിക്കും? അമ്മ എനിക്ക് വിശക്കണമ്മ. ഇനിയിപ്പോ എന്തോ ചെയ്യും? തീർന്നടി ഭക്ഷണം. അമ്മ എനിക്ക് വല്ല ഉണ്ടാക്കി തരുമോ? അയ്യോ, ഞാൻ ഇനി അടുക്കളയിൽ കയറൂല. ആന്തമ്മ കയറിക്കൂടാ. ദോഷം കിട്ടൂടി. ദോഷം
എല്ലാരും പൂജ വെച്ചില്ലേ അത് ചേട്ടൻ നീ പൂജ വെച്ച് അടുക്കള സാധനങ്ങളെല്ലാം കൊണ്ട് ആര് ചോദിച്ചിട്ട്? നിന്റെ അടുത്ത് ചോദിക്കണോ? ഒന്നുമില്ല ഇപ്പോ. ചോറുണ്ടോ? ഉണ്ടാ? എനിക്കറിയാം. ചെറിയൊരു പണിയുണ്ട്. പക്ഷെ എന്ത്? കുറച്ച് അരി എടുത്തിട്ട് കഴുകിയിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെക്കണം. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ അരി ഇങ്ങനെ പൊങ്ങി 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 വരും. ഒരു 1/4 മണിക്കൂറിൽ അത് കഴിഞ്ഞാൽ ഇച്ചിരി വറുത്ത് കഴിഞ്ഞാൽ ചോറ് വയ്ക്കും. ഞാൻ ഉണ്ടാക്കണം അല്ലേ? അങ്ങനെയാണെങ്കിലേ നീ കുറച്ച് കറിയും കൂടെ ഉണ്ടാക്കും. ഓ അത് മതി. ടേസ്റ്റ് ആയിട്ട് കഴിക്കാം. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ തമാശ. ഞാൻ തോറ്റ. എനിക്ക് വിശക്കണം. ഫുഡ് എടുത്തോട്ടോ. കളിക്കാൻ എനിക്ക് സമയമില്ല. പ്ലീസ്. തമാശ മോളെ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഇവിടെ ഫുഡൊന്നും ഇല്ല, എല്ലാം ഫിനിഷായി. മദർ പ്രോമിസ്. പ്രോമിസ്. പിങ്കി പ്രോമിസ്. ഫുഡില്ല. ഉറപ്പ്? ഇല്ലെന്ന് പറഞ്ഞില്ല. ഇല്ല, തീർന്നു. ഒരു ഐഡിയ ഉണ്ട്. നീ നേരത്തെ ചെയ്തില്ലേ മെത്തേഡ് ആക്ടിങ്? അതായത് പണി എടുക്കാതെ പണി എടുത്തെന്ന് പറഞ്ഞ് ക്ഷീണിച്ചൊക്കെ നടന്നില്ലേ, അതുപോലെ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിച്ചെന്നിങ്ങനെ അഭിനയിച്ച് കാണിച്ചേ. കരയല്ലേ പോട്ട് പോട്ട് പോട്ട്. ഒരു ചൊല്ലുണ്ട്, പൊട്ടനാ ചെട്ടൻ ചേച്ചാലേ ചെട്ടനെ ദൈവം ചതിക്കുന്നു.